Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. സെക്ഷൻ 51 52 ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, സെക്ഷൻ 51 ഡീൽസ് വിത്ത് ആൻസർ ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. ഒരു അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി അടച്ചു പൂട്ടുന്ന സാഹചര്യത്തിൽ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ അല്ലെങ്കിൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ ഉണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 51 പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, when an apex society that has established a principal state partnership fund is wound up or dissolved, to whom shall the fund be paid? ആൻസർ ഗവൺമെൻറ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അപ്പെക്സ് സൊസൈറ്റി വൗണ്ടപ്പ് അല്ലെങ്കിൽ ഡിസോൾവ് ആവുകയാണ്, അടച്ചു പൂട്ടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഫണ്ട് ആർക്കാണ് കൊടുക്കേണ്ടത്, എങ്ങോട്ടേക്കാണ് അടയ്ക്കേണ്ടത്? അത് ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, if a central society that has established a subsidiary state partnership fund is dissolved, where will the remaining funds be transferred? Answer, to the principal state partnership fund. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെൻട്രൽ സൊസൈറ്റി ഡിസോൾവ് ആവുകയാണ്, അടച്ചു പൂട്ടുന്ന അവസ്ഥയിൽ ഈ ഫണ്ടിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് എന്തിലേക്കാണ് അടയ്ക്കേണ്ടത്? അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി? ആൻസർ സെക്ഷൻ 52. സെക്ഷൻ 52 പറയുന്നത് ഗവൺമെൻറ്റും അപ്പെക്സ് സൊസൈറ്റിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നുണ്ട്. അതായത് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 52. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ഗവൺമെൻറ് മേ എൻറ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് ആൻ അപ്പെക്സ് സൊസൈറ്റി to provide money for purposes mentioned in which section? Answer, section 43. ഇവിടെ സെക്ഷൻ 43യെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണിത്? ഗവൺമെൻറ്റും അപ്പെക്സ് സൊസൈറ്റിയും തമ്മിലൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് അപ്പെക്സ് സൊസൈറ്റിക്ക് ഗവൺമെൻറ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇത് എന്ത് പ്രകാരമാണ്? ഗവൺമെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് സൊസൈറ്റിയാണ്. സൊസൈറ്റികളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ, അത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ്. അതാണ് സെക്ഷൻ 43, ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ. അപ്പം അത് മൂലമാണ് ഇങ്ങനെ ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റിക്ക് ഫണ്ട് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, വിത്ത് ഹൂസ് പ്രീവിയസ് അപ്രൂവൽ ക്യാൻ ആൻ അപ്പെക്സ് സൊസൈറ്റി എൻറ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് എ സെൻട്രൽ സൊസൈറ്റി? ആൻസർ, ഗവൺമെൻറ്. ഇവിടെ പറയുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയുമായിട്ടുള്ള എഗ്രിമെൻറ്റ് വയ്ക്കുന്നത് ആരുടെ പെർമിഷനോട് കൂടിയാണ്? അത് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയാണ് അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. അതായത് ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് കൊടുക്കുന്നതിനെക്കുറിച്ചും അത് യൂട്ടിലൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാം. സെക്ഷൻ 53, അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, ദ ഗവൺമെൻറ് മേ ഗീവ് ലോൺസ് ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റീസ്, guarantee the repayment of principal and payment of interest on debentures issued by a society, guarantee the payment of share capital of a society and dividends thereon at such rates as may be specified by the government. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ മറ്റിതര ഹെൽപ്പുകളെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 53. ഇനിയിപ്പോൾ ലോയിൽ മറ്റെന്തൊക്കെ പറഞ്ഞാലും ഗവൺമെൻറ് സൊസൈറ്റികൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും, അഡ്വാൻസസും പ്രൊവൈഡ് ചെയ്യും. പിന്നെയോ ഇപ്പോൾ സൊസൈറ്റി
ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും റീപേ ചെയ്യുന്നതിനുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. അതുപോലെ തന്നെ സൊസൈറ്റി ഷെയർ ക്യാപിറ്റൽ അതിൻ്റെ റീപേയ്മെൻറ്റിനും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. അതുപോലെ തന്നെ ഈ ഷെയർ ക്യാപിറ്റലിന്മേലുള്ള ലാഭവിഹിതം ഡിവിഡൻസ് കൊടുക്കുമ്പോൾ അത് ഒരു സ്പെസിഫൈഡ് റേറ്റിൽ കൊടുക്കണം എന്നുള്ളതിനും ഗ്യാരണ്ടി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സൊസൈറ്റിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, guarantee the repayment of principal and payment of interest on loans and advances to a society, guarantee the repayment of deposits received by the society and payment of interest on such deposits, and give financial assistance in any other form including subsidies to any society. അടുത്തതായിട്ട് സൊസൈറ്റിക്ക് ലോൺസും അഡ്വാൻസസും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്നതിനും ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനുമുള്ള ഗ്യാരണ്ടി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റി ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. ആ ഡെപ്പോസിറ്റിന്മേലുള്ള തിരിച്ചു കൊടുക്കുന്നതിനുള്ള ഗ്യാരണ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനുള്ള ഗ്യാരണ്ടിയും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റു തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അത് സബ്സിഡി ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലാവാം. നെക്സ്റ്റ്, സെറ്റ് ഓഫ് എനി amount due to government out of the financial assistances given under this section, in which case the gross amount of assistance before set off shall be treated as the original amount of assistance, provided that the government may exempt any society in eligible cases considering its financial position from setting off government dues. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ സർക്കാർ സൊസൈറ്റിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് റിട്ടേൺ കിട്ടുന്ന സമയത്ത് ആ സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ടിൽ കുറവ് വരുത്താനായിട്ട് ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. ഇങ്ങനെ കുറവ് ചെയ്യുന്നതിന് മുമ്പുള്ള മൊത്തം സഹായം, ആദ്യത്തെ ആ സഹായം ഉണ്ടല്ലോ, അതിനെ തന്നെ യഥാർത്ഥ സഹായമായിട്ട്, അതായത് വീണ്ടും ഒരു സഹായം കൊടുത്തതുപോലെ ആക്കി മാറ്റാനൊക്കെ സാധിക്കും. നമ്മൾ റൂളിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണയായിട്ട് സർക്കാർ സഹായം നൽകുമ്പോൾ അതിനു മുമ്പ് ആ സംഘത്തിന് സർക്കാരിന് സംഘം പൈസ കൊടുക്കാനുണ്ടെന്ന് വെച്ചോളൂ. അതിൽ നിന്ന് കുറച്ച് തുകയൊക്കെ പിടിച്ചിട്ട് സർക്കാരിന് കൊടുക്കാം. എന്നാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ചില സംഘങ്ങൾക്ക് ഈ കുറവ് ഒഴിവാക്കാനായിട്ടും സർക്കാരിന് അനുമതി നൽകാം. അതായത് ഇപ്പോൾ ഓൾറെഡി ഒരു സൊസൈറ്റിക്ക് സർക്കാർ സഹായം നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു പുതിയ സ്കീമിൽ കൂടി വീണ്ടും അസിസ്റ്റൻസ് കൊടുക്കാനുള്ള ഒരു ഇത് വരികയാണെങ്കിൽ ആ സൊസൈറ്റി ആവശ്യപ്പെടുകയാണ്, അവരിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, അപ്പോൾ ഈ സഹായവും കൂടി അവർക്ക് തരുവാണെങ്കിൽ ഇത് ഒന്നിച്ച് അവർ ഇത്തിരി കാലയളവ് കൂട്ടിക്കൊടുത്താൽ അത് ഒരുമിച്ച് പിന്നീട് അടയ്ക്കാം. അല്ലെങ്കിൽ ഈ രണ്ട് കാലാവധിയും കൂടെ, ഈ രണ്ട് അസിസ്റ്റൻസും കൂടി കൂട്ടിയിട്ട് അവർ അടച്ചോളാം എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ഗവൺമെൻറ്റിന് സാധിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് ചെക്ക് ചെയ്തിട്ട് അത് ജെന്യുവൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അസിസ്റ്റൻസൊക്കെ കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ്, സെക്ഷൻ 54, പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻസ് 43 to 52 to override other laws. The provisions of sections 43 to 52 shall have effect notwithstanding anything inconsistent therewith contained in any other law for the time being in force. ഇവിടെ പറയുന്നത് ഈ നിയമത്തിലെ 43 മുതൽ 52 വരെയുള്ള വകുപ്പുകൾക്ക് മുൻതൂക്കം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള മറ്റ് നിയമങ്ങളിൽ ഏതെങ്കിലും ഈ വകുപ്പുകൾക്ക് വിരുദ്ധമായിരുന്നാലും ഈ വകുപ്പുകൾ തന്നെയായിരിക്കും, അവയ്ക്ക് തന്നെയായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക, അവയായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. UNO, United Nations Organization, came into force in the year
Answer 1945. Next, antonyms of abstract. Answer concrete. അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ അമൂർത്തമായ, അതായത് ഒരു കൃത്യമായ ഇതില്ലാത്തത്, ആകൃതിയില്ലാത്തത്, കട്ടിയില്ലാത്തത്, അങ്ങനെയൊക്കെ പറയാം. കോൺക്രീറ്റ് എന്ന് വെച്ചാൽ മൂർത്തമായത്, അതായത് കട്ടിയുള്ളത്, ഒരു കൃത്യമായ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്, അങ്ങനെ പറയാം. നെക്സ്റ്റ്, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടേം. 6:42 and 11:. അതായത് 6നോട് ഏതൊക്കെയോ ഒരു റിലേഷനിലാണ് 42 ആക്കിയേക്കുന്നത്, അതേ റിലേഷൻ തന്നെ 11 വരുമ്പോൾ എന്താകും എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ആൻസർ 132 ആണ്. ആദ്യത്തെ നമ്പറായ 6നോട് 6 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6 ആഡ് ചെയ്യുമ്പോൾ 42 കിട്ടും. അതുപോലെ തന്നെ 11നോട് 11 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 11 കൂട്ടുമ്പോൾ 132 കിട്ടുന്നുണ്ട്. Now your turn to answer. The first Malayali whose picture appeared in the post office stamp is. Next, antonyms of accurate. Next, mental ability 2 into 3 plus 5 minus 4 division 2 plus 6 into 7 plus 82. Find the answer. Leave your answer in the comment box and stay tuned for the next episode. Thank you.